ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ യാതൊരു തരത്തിലുമുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്താതെയാണ് ചെയ്യുന്നത്. പറയേണ്ട കാര്യങ്ങളൊന്നും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോലുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര പൈസ കൊടുത്ത് ഏതൊരു കോഴ്സിന് ചേർന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. മാർക്കറ്റ് അനാലിസിസോ കോയിൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാം. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊഫഷനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ള, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ഉപയോഗപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഞാൻ അധികം സംസാരിച്ചുകൊണ്ട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറുക എന്ന് പറയുന്നതിന് മുൻപ് എന്താണ്, അല്ലെങ്കിൽ ആരാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡർ? നിങ്ങൾ ഇന്നൊരു ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടി. നാളെ ഒരു ട്രേഡ് എടുത്തു, അതിലും പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ ഒരാഴ്ച നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആണെന്ന് പറയാനായിട്ട് പറ്റും? ഒരിക്കലുമില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റും നിങ്ങളുടെ ക്യാപിറ്റലും കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡേറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആണെന്ന് നമുക്ക് സ്വയം പറയാനായിട്ട് പറ്റില്ല. എന്നാൽ ഒരു ലോങ് ടൈമിലേക്ക്, ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ടൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ലോങ് ടൈമിലേക്ക് നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രോഫിറ്റ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയാലും ടെക്നിക്കൽ അനാലിസിസ് ആയാലും നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഒരു കാര്യം മറുവശത്തുണ്ട്. നമ്മുടെ ഇമോഷൻസ് ആണത്. ഭൂരിഭാഗം ആളുകളും ട്രേഡിങ്ങിൽ ഫെയിൽ ആവാനായിട്ടുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇമോഷൻസ്. കൃത്യമായിട്ട് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ട്രേഡിങ്ങിൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഞാൻ അത്യാവശ്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്നത്. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വന്ന സമയത്തൊക്കെ ഒരുപാട് തവണ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ വാലറ്റ് മുഴുവൻ 0 ആയിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ ഫ്യൂച്ചർ അക്കൗണ്ട് ലിക്വിഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാതെ നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇത്രയും ലോസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്, എൻ്റെ ഇത്രയും പൈസ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അതായത് ഓരോ തവണ ഞാൻ എടുക്കുന്ന ട്രേഡ് ലോസ് ആകുമ്പോഴും അത് ഫെയിൽ ആകുമ്പോഴും അതിൽ നിന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷേ അടുത്ത ട്രേഡിൽ ഇതേ സെയിം മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ട്രേഡൊക്കെ വിൻ ചെയ്ത് 6ാമത്തെ ട്രേഡ് ചെറിയൊരു ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭൂരിഭാഗം ആളുകളും ആ 6ാമത്തെ ട്രേഡിൽ സംഭവിച്ചിട്ടുള്ള ലോസിൻ്റെ ഇരട്ടി തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ, നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് പോകണം, നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് വേണം പോകാനായിട്ട്. എന്നാൽ ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് പാലിക്കാനായിട്ട് പലരും ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ പലർക്കും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന ആളാണ്, ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഒക്കെ വന്നിട്ട് അത് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട്, നിങ്ങൾക്കൊരു ലോസ് വന്നു, തൊട്ട് മുൻപത്തെ ട്രേഡ് ലോസ് ആയിരുന്നു, അപ്പോൾ അടുത്ത ട്രേഡിൽ അത് റിക്കവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് സംഭവിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു എൻട്രി എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു ട്രേഡ് ലോസ് ആവാനും നിങ്ങൾക്ക് കൂടുതൽ നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെറിയ രീതിയിലുള്ള ലോസുകളൊക്കെ സംഭവിക്കാൻ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്ക് ഈ മാർക്കറ്റിൽ ആകെ കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. നമുക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളൊരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഇത് വിൻ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അത് ലോസ് ആവുമെന്ന് നമുക്കൊരു 100% ഒന്നും പറയാനായിട്ട് പറ്റില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള
എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു എൻട്രി എടുക്കുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ തീരുമാനങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സ്ട്രാറ്റജീനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ മാത്രം എടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. ഇനി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതായത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ഈ റിസ്ക് മാനേജ്മെൻറ്റ് നമ്മുടെ ഇമോഷൻസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് വരും. അതായത് ഒരു ട്രേഡിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനത്തോളം നമ്മൾ റിസ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം നഷ്ടപ്പെടുത്താനായിട്ട് നമ്മൾ തയ്യാറാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ പ്രോഫിറ്റിൻ്റെ അളവും ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രത്തോളം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യവും അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു $100 ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങളൊരു $100 ക്യാപിറ്റലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വാലറ്റിലുള്ളത്. $100 നിങ്ങൾ ആ $100 വെച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ആ $100 കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ട്രേഡിൽ നിങ്ങൾ എടുക്കരുത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് $100 ഒറ്റയടിക്ക് $200 ആക്കാം, $200 ഒറ്റയടിക്ക് $400 ആക്കാം, അങ്ങനെ ഗ്രോ ചെയ്ത് വരാമെന്നുള്ളതാണ്. അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. $100 ഒരു $105 ആക്കാനായിട്ട് ശ്രമിക്കുക, $105 ഒരു $110 ആക്കാനായിട്ട് ശ്രമിക്കുക, 110, 115, 115, 120 ആക്കാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് പതുക്കെ ഗ്രോ ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ള ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ $100 തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു $100 ആണ് എൻ്റെ ഫ്യൂച്ചർ വാലറ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു $10 മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കുള്ളൂ. ആ ഒരു ട്രേഡിൽ ഒരു 2.5 അല്ലെങ്കിൽ $2 മുകളിൽ ഒരു ലോസ് വരുത്താനായിട്ട് ഞാൻ തയ്യാറാകാറില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രോഫിറ്റ് എപ്പോഴും ഒരു $5 ആയിരിക്കും. ഫ്യൂച്ചർ ട്രേഡാണ്, ഒരു 10x ഒക്കെയാണ് ഞാൻ നോർമലി ലിവറേജ് എടുത്ത് ചെയ്യാറുള്ളത്. ഒരു 5% മാത്രം ടാർഗറ്റ് വെച്ചാൽ കൂടി നമുക്ക് 10x ഒക്കെ ലിവറേജ് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 50%, $10 50% ഒക്കെ നമുക്കൊരു ട്രേഡിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ 50% പ്രോഫിറ്റ് മാത്രമല്ല, തൊട്ടപ്പുറത്തെ ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ലോസിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു $2.5 മുകളിൽ, $2.5 മുകളിൽ ഒരു ലോസ് ഞാനൊരു ട്രേഡിൽ വരുത്താറില്ല. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഞാൻ എൻ്റെ റിസ്ക് ഞാൻ മാനേജ് ചെയ്ത് പോകുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ഒരു ട്രേഡിൽ നമുക്കൊരു $2 ലോസ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 2% മാത്രമാണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 5% നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2% ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ട്രേഡിൽ തന്നെ അത് വേണമെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക്, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ $100 ഇരട്ടിയായിട്ട് $200 മാറുമെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ കൂടുന്തോറും നമ്മുടെ പ്രോഫിറ്റ്, നമുക്ക് ഒരു ദിവസം കിട്ടുന്ന പ്രോഫിറ്റും കൂടി വരും. ഇപ്പോൾ ഒരു ദിവസം $5 ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം $10 എന്നുള്ള രീതിയിലേക്ക് എത്തും. പിന്നെ ഒരു ദിവസം ₹1000, ഒരു ദിവസം ₹2000, ആ രീതിയിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ₹1000, ₹2000 കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ഇടയിൽ കുറേ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും അവസാനം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ലോങ് ടൈമിലേക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി ശരിക്കും നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഈ സിഗ്നൽസിൽ നിന്നെല്ലാം, ഈ ട്രേഡിംഗ് സിഗ്നൽസ് കൊടുക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം പരമാവധി ഒഴിവായിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും. ആരെങ്കിലും ചാർട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. മറ്റു ചില ആളുകളുണ്ട്, ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നും പരമാവധി ഒഴിവാകുന്നതായിരിക്കും, പരമാവധി മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ഒരു പ്രൈസിൽ ബൈ ചെയ്യുക, ഈ ഒരു പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, ഈ ഒരു പ്രൈസിൽ ടാർഗറ്റ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അത്തരം മെസ്സേജുകളിൽ നിന്നും, അല്ലെങ്കിൽ അത്തരം സിഗ്നൽസുകളിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മുൻപ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ട്രേഡിംഗ് സിഗ്നൽസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ട്രേഡ് എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് തന്നെ അതില്ലാതാക്കും. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ ഒരു അനാലിസിസ് നടത്തേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ ഒരു പൊസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ട്രേഡിംഗ് സിഗ്നൽസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ടൊരു വരുമാനം ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പരമാവധി ട്രേഡിംഗ് സിഗ്നൽസിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തമായിട്ട് ചാർട്ട് അനാലിസിസ് നടത്താനായിട്ട് പഠിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക, കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനും അതുപോലെ തന്നെ മറ്റ് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.